ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിത് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളുടെ സർവൈവൽ സീരീസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസാണ്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്ലാൻ. ഓക്കെ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇച്ചിരി ഓഫ് ക്യാമറയിൽ പണിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടാണ്. അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. വീഡിയോക്ക് പോണതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ ഞാൻ പണികൾ ചെയ്തതെന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പണി എന്ന് പറയുന്നത് നമ്മളെ വീട് പൂർത്തിയാക്കലാണ്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പെട്ടിക്കൂടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിയൊന്ന് ഇതൊക്കെ ആക്കിയിട്ടുണ്ടായി, ഞാൻ കാണിച്ചു തരാമൊക്കെ. ഇനി ഞാൻ ഉള്ളിൽ ബാരലും ബ്ലാസ്റ്റോണൊക്കെ ചേഞ്ച് ചെയ്യില്ല ഇത്ര. അത് പണിയെടുത്തോട്ടെ, നമ്മളെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒരു കിച്ചൺ പോലെ സെറ്റ് ചെയ്തതാണ്. ഇതാണ് അതിൻ്റെ പ്ലാൻ. നടന്നതെന്നൊക്കെ അറിയില്ല. പിന്നെ ഇൻറ്റീരിയറൊന്നും വലുതായിട്ട് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തത്. ഓക്കെ, ഇത് നമ്മളെ ഫ്രിഡ്ജൊക്കെ. ഇവിടെ നമ്മൾ ബീഫും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കും. അടിയിൽ നമ്മൾ ക്യാരറ്റും ഇതൊക്കെ വെക്കും. ഈ വില്ലേജർമാരൊന്ന് മാറിക്ക് കണ്ട, ക്യാരറ്റും ആപ്പിളൊക്കെ വെക്കുക. ഇത് നമ്മളെ ചെറിയൊരു ഡൈനിങ് ടേബിളാണ് ഉദ്ദേശിച്ചത്. ആയിക്കണമെന്നൊക്കെ അറിയില്ല. അതൊരു ഡൈനിങ് ടേബിൾ പോലെ സെറ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ അടിയിൽ ഞാൻ എപ്പോഴും ഏത് സർവേ തുടങ്ങിയാലും ഞാൻ സ്റ്റെപ്പിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ നോക്കും. അങ്ങനെ വെച്ചാണ് ഒരു സ്മെൽറ്റിങ് ഏരിയ പോലത്തെ സാധനം. ഓക്കെ, ഇതിലാണ് നമ്മളെ സ്മെൽറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും സ്മെൽറ്റ് ചെയ്യാൻ ഫ്യൂവലൊക്കെ വെക്കാറൊക്കെ. അതിലാണ് ഞാൻ വെക്കാറ്. പിന്നെ ഇത് വേറെ എന്തെങ്കിലും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഓക്കെ, സ്റ്റോറേജ്, വേറെ എന്തെങ്കിലും സ്റ്റോറേജ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറണം. ഇതാണ് നമ്മളെ ബെഡ്റൂം. ഓക്കെ, ഇത് നമ്മളെ സ്റ്റോറേജ്. ഓക്കെ, ഇവിടെ നമുക്ക് ജനലിൽ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചാണ്, അല്ലാതെ പറഞ്ഞല്ലേ. ഇനി ഇവിടെ 2 ഐറ്റം ഫ്രെയിം കൂടി വെക്കണ്ട. ഇവിടെ നാച്ചുറലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും പിന്നെ ഇവിടുത്തെ ഫ്ലിൻറ്റ്, ഫെദർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് 2 ഇതും കൂടി ഉണ്ട്. അതിൻ്റെ ഐറ്റം ഫ്രെയിം ഞാൻ വെച്ചില്ല. ഓക്കെ, ഞാൻ കുറച്ചൊക്കെ സോർട്ട് ചെയ്തിട്ടുണ്ടോ. എൻ്റെ അടുത്തുള്ള ചില സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ കാണുന്ന വീടില്ലേ, ആ വീട്ടിൽ നിന്ന് സോർട്ട് ചെയ്യണ്ടൊക്കെ. പിന്നെ ഇതാണ് നമ്മളെ ബാൽക്കണി. നല്ല ബ്യൂട്ടിഫുൾ ബാൽക്കണിനെ നമ്മൾ ഉണ്ടാക്കിയെന്ന് കറിയിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് മേലെ ചെറിയൊരു ലുക്ക് ഔട്ട് ഏരിയ പോലത്തെ സാധനമാണ്. ഇത് നമുക്ക് വെറുതെ അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നെടുത്ത് ചാടും ചെയ്യാം. ഓക്കെ, ഞാൻ പിന്നെ കുറച്ച് മൈനിങ്ങിന് കേവിക്കല്ല, പക്ഷേ ഇന്ന് നമ്മൾ കേവിക്കാണ് വന്നത് കുറേ അയണൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ കുറേ മുമ്പ് ഫസ്റ്റ് എപ്പിസോഡിലാണെന്നുണ്ട് നമ്മളിവിടെ ചെറിയൊരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബെഡ്റോക്ക് എത്തിയില്ല, പക്ഷേ ഡീപ്പ് സ്ലേറ്റ് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഫുള്ള് കുഴിക്കണം. അതിൽ നിന്ന് കിട്ടിയ കുറച്ച് കോപ്പർ കൊണ്ടാണ് ഞാൻ ഫുള്ള് കോപ്പർ ആർമർ ടൂൾസ് ഉണ്ടാക്കി. പിന്നെ കുറച്ച് അയണും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അയൺ സോഡും അയൺ പിക്കാസും പിന്നെ ഷീൽഡൊക്കെ ഉണ്ടാക്കി. അതാണ് പിന്നെ അതിലത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് വേറെ 2 ഗസ്റ്റിനും കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വേൾഡിലത്തെ പുതിയ 2 പെറ്റ്സ്. ഓക്കെ, കാണുന്നു നമ്മളെ പെറ്റ്സ്. ഓക്കെ, ഇതാണ് നമ്മളെ കുതിരകൾ. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇവർക്ക് പറ്റിയ 2 പേർക്കും പറ്റിയ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇടുക റേസ്. ഓക്കെ, ഇവനക്ക് ഭയങ്കര സ്പീഡാണ്. ഇവന് ഇജാതി വലിയ സ്പീഡാണ്. ഒരു ഹാർട്ട് കുറവാണ്, പക്ഷേ നമുക്ക് ഇവന് ഇജാതി എന്ന് പറഞ്ഞ സ്പീഡൊക്കെ ഇതാണ്. ഓക്കെ, പിന്നെ മറ്റോന് സാധാ പോലത്തെ ഞാൻ ഇവൻ്റെ അടുത്ത് ഈ സാഡിൽ വന്നിട്ട് നമുക്ക് സാഡിൽ വരണ്ടൊക്കെ കുറേ അയണൊക്കെ കിട്ടിയത്. ഇവൻ്റെ അടുത്ത് ഇവനക്ക് സാധാ പോലത്തെ ഹാർട്ടാണ്, പക്ഷേ ഇവൻ്റെ അത്രയ്ക്ക് സ്പീഡില്ല. ഇവൻ്റെ സ്പീഡ് ഉണ്ട്, അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്, പക്ഷേ ഇവൻ്റെ അത്രയ്ക്കില്ല, കുറവാണ്. പിന്നെ ഫെൻസ് ചാടാൻ പറ്റണില്ല, അതാണ് പ്രശ്നം. ഇവനക്ക് അത്ര ചാട്ടില്ല. ഓക്കെ, അതാണ് അപ്പം അതിൻ്റെ കേസ്. അതുകൊണ്ട് ഞാൻ ഇവൻ്റെ സൈഡിൽ. ഓക്കെ, ഇങ്ങനെ ഇടാൻ പറ്റിയിരുന്നല്ലേ, കൈ സൈഡിൽ പിടിച്ചിട്ട് ഞാൻ ഇപ്പോൾ അറിയണം. ഓക്കെ, അതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഫുൾ അയൺ ആർമർ ടൂൾസ്. അപ്പോൾ നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ട്. അവിടുന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് കോളുണ്ടായി, നമുക്ക് കുറച്ചുകൂടി ടോർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതാക്കാം. ഓക്കെ, വരൂ ഇവിടെ. ഓക്കെ, ഇതായി. എത്ര ടോർച്ച് എടുക്കാം? നമുക്കൊരു 5 എണ്ണം കൊണ്ട് ഉണ്ടാക്കാം. 5 എണ്ണം കൊണ്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കിയേക്കാം.
നമ്മൾ 5 കൊണ്ട് 34 ടോർച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താണ്, നമ്മൾ ഇനി അഥവാ ചാവുകയാണെങ്കിൽ ഇനി കൊണ്ടുപോയി കളയണ്ടല്ലോ ഒന്നും. ഓക്കെ, വുഡിൻ്റെ സാധനങ്ങൾ ഇഞ്ഞുള്ളി വെച്ചേക്കാം. ഇവിടെ ചെസ്റ്റ് വെക്കാം ഇനി ഇതിലേക്കെല്ലാം കഴിഞ്ഞു. ഓക്കെ ഓക്കെ, സ്റ്റിക്ക് കൂടി നോട്ടെ. പിന്നെ വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് നാച്ചുറൽ പെട്ടി റെഡി ആയില്ലേ? റെഡി ആകുമ്പോൾ അത് നമുക്കൊന്ന് ഇപ്പോൾ തൽക്കാലത്തിന് ഇഞ്ഞൂടെ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ നാച്ചുറൽ പെട്ടി. ഓക്കെ, ഇത് നമുക്ക് എന്താണ്, നമ്മൾ ഈ പെട്ടിയാക്കാം. എന്ത് പെട്ടി? എൻ്റെ പേര് ഇങ്കട്ടും വാല്യുബിൾ ആയിട്ട് സംഭവങ്ങളൊക്കെ. നമുക്കിനി രാത്രിയായപ്പോൾ എന്താ കുഴപ്പമില്ലേ? നമുക്ക് കുറച്ച് വാട്ടർ ബക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്താണ് അടുത്തിറങ്ങാം. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ എന്താണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, നമ്മളിവിടെ ഒരു വലിയൊരു കേവ് ഉണ്ടായിരുന്നു. നല്ല ഒരു ഉലുക്ക് വീണ പോലത്തെ വൈക്കന്നെ നമുക്ക് പോവാം. അവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. കിട്ടിയാൽ മതി. എവിടെ അതായിരിക്കണം. നമുക്കിവിടെ ചെറിയൊരു എൻട്രൻസ് അല്ല, നമുക്കിവിടെ ആ വെള്ളത്തിൻ്റെ ഡസ്റ്റൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം റെഡിയാക്കാം. കയറുന്നുണ്ട്. കോള് ഇവിടെ ഉണ്ടല്ലേ? ഇതവിടെ ആയാൽ നിൽക്കണൊക്കെ. നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യം. നമ്മളെ ഫസ്റ്റത്തെ അവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ. ചെയ്തു അതന്നെ. ഇവിടെ എങ്ങനെ ലാപ്പീസൊക്കെ സ്പോണാവും? ഇത്രയും മേലെ ലാപ്പീസ് സ്പോണാവോ? നമ്മൾ നല്ല അടിക്ക് വന്നാൽ അത് അറിയാത്തതാണ്. അതറിയില്ല. നമുക്ക് എന്തായാലും ഈ ഫസ്റ്റത്തെ അയണ് നമുക്ക് കണ്ട് എടുത്തേക്കാം. ഏത് തന്നെ നമുക്ക് ഇന്നത്തെ ഗോള് ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസാണ്. വേറെ വർത്താനില്ല. അവിടെയും കുറച്ച് അയണുണ്ട്. അയ്യോ, ബിൽഡിംഗ് ബ്ലോക്ക്സ് എടുത്തേക്ക്. കുഴപ്പമില്ല, നമുക്ക് അവിടെ നിന്ന് കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കാം. കോബിൾ സ്റ്റോണൊന്നും ക്ഷാമില്ലതാ. അതവിടെ ഇവിടെ ഇഷ്ടംപോലെ അയണ്ടല്ലോ. ഞാൻ അത്രയും അയണൊന്നും പ്രതീക്ഷിച്ചില്ല ഇവിടുന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ഫുൾ അയൺ ആർമർ ടൂൾസ്. വേറെ വർത്താനില്ല. ഇത് വലിയ വെയിനായിരുന്നു കേട്ടോ. ഈ വെയിനിക്ക് ഇഷ്ടമായി. ഇതടുത്ത് കമോ നമ്മൾ മിക്കവാറും ഒന്ന് കുറേ ചാവലൊക്കെ ഉണ്ടാവും. നമ്മൾ ഇപ്പം ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. അവളിനി മേലെ ഉള്ളിലേക്ക് സോംബികളൊക്കെ കയറണ സമയത്ത് നമ്മൾ കയറണ സമയത്ത് സോംബികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ന്യൂബാണ് ഇത് PvP ഒക്കെ ആയിട്ട്. അതുകൊണ്ട് സോംബിയുടെ കൈ കൊണ്ട് തന്നെ ഞാൻ വരെ ചാവും. അത്രയും ന്യൂബാണ് ഞാൻ. ഓക്കെ, നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇനി ഓക്കെ ഇവിടില്ലേ? ഇവിടെ തന്നെ അത് കയറും. പെട്ടെന്ന് കണ്ട് എത്തിയാൽ പെട്ടെന്ന് ലാഭം. എന്താ കണ്ട് കയറാത്തണ്ട് കയറി കൂട്ടാണ്ട് എത്തി. അത് അയാൾ താഴത്ത് പോകാൻ ചാൻസ് ഉണ്ട്. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി വേറെ ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് അടിക്ക് തന്നെ പോവാം. പൊക്കി നമുക്ക് നേരെ അടിക്ക് പോവാം. അയൺ ആർമർ ഫിക്സ് ഇട്ടെന്ന്. ഇത്രയും അയണൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പിച്ചൊന്ന് അയൺ ആർമറാ. വേറെ വർത്താനില്ല. രാത്രിയാണ് പറയും. വെറുതെ ഒന്ന് കിടന്നുറങ്ങിയേക്കാം. എന്തായാലും കേൾവിക്കുമല്ലേ. നമ്മളിനി രാത്രി പോയി എന്നുള്ളൊരു പറച്ചിൽ വേണ്ട. അങ്ങനെ ആൾക്കാർ പറയണോണ്ടാണ് കേട്ടോ, അല്ലാതെ രാത്രി ഇതുള്ളതുകൊണ്ടൊന്നുമല്ല. എന്താണെന്നറിയില്ല, ഞാൻ എന്താണ് രാത്രി ആവണേ അപ്പം എൻ്റെ കയ്യിൽ ബെഡ് വന്നിട്ട് കിടന്നുറങ്ങാനുള്ള ടെൻഡൻസി വരും. എന്താണോ മൈൻക്രാഫ്റ്റിലേ രാത്രി കിടന്നുറങ്ങാതിരിക്കാൻ പറ്റില്ല. എന്തോട്ടൊരു അസുഖമാണ്. അതേപോലത്തെ എന്തോട്ടൊരു സാധനമാണ്. സ്ലിപ്പിംഗ് ത്രൂ ദ നെറ്റൊക്കെ. അവിടെ കുറച്ച് കോളുണ്ട്. ഇന്ന് കണ്ട് ചാടണം. അതും കൂടി എടുത്തേക്കാം. ടോർച്ച് മാത്രമല്ല, നമുക്ക് കുറച്ച് കുക്ക് ചെയ്യാനും സെറ്റ് ആവുമല്ലോ. എവിടെ? അതെവിടെയാണ് സ്ഥലം മാറി കുഴിച്ച്. ഈ കോളയ്ക്ക് സത്യം പറഞ്ഞാൽ മൈനാണ് ഇഷ്ടമല്ല. ഇത് ആരാണ്? സോംബി. കള്ള സോംബി ബാക്കിൽ നിന്നൊന്നും അടിക്കുന്നോടാ. ഞാൻ പേടിച്ച് വല്ല എന്ത് സാധനം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഈ കോള് മൈനക്ക് എന്താണ് ഭയങ്കര ഇഷ്ടമില്ലാത്ത സാധനമാണ്. ഈ കോള് കുറേ വെയ്യുണ്ടാവേ. അതിങ്ങനെ മൈന് ഇറിറ്റേറ്റിംഗ് ആണ്. നമ്മൾ പിക്കാസ് ഡ്യൂറബിലിറ്റി 3/4 ഭാഗം കഴിഞ്ഞല്ലോ. അല്ല 3/4 ഭാഗം ആയല്ലോ. മതി, ഞാൻ ഉള്ളിലേക്ക് കയറാം. 29 ആയിട്ട് എത്ര പെട്ടെന്ന്. ഒരു ഗൈസ് പോവാം
നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ ലാവുണ്ട്, പിന്നെ ജ്യൂസ് വരുന്നുണ്ടാവും. ഞാൻ വല്ല ഫാമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഫുഡിന് ആവശ്യമുള്ള വല്ല ഫാം ഉണ്ടാക്കണം. ഓക്കെ, ഇതാ ഇവിടെ ഇതാ. ഓക്കെ, കേവ് ഒന്നും തുടങ്ങണില്ല, അപ്പത്തേക്കും ആയണ ഏത് അതന്നെ മൂഡ്, വേറെ മൂഡ്. ഏത് മൂഡ്? പൊളി മൂഡ് ഒന്നും ആയല്ലോ. ഓക്കെ, ഇങ്ങോട്ട് പോവാം. ഈ വഴി പോകണം, ആ വഴി ഈ വഴി പോവാം. നമ്മളിനി നമുക്ക് അടിക്കൊന്നും ഇപ്പം തന്നെ വലുതായിട്ടൊന്നും പോകണ്ട. 2 സോംബി വരൂ മക്കളെ. അതിഞ്ഞാലാണ് ബാക്കിൽ നിന്ന് അടിക്കുന്നോളാം പട്ടികളെ. ഒരു ഫുഡ് കഴിച്ചേക്കാം. ഈ സോംബികൾക്ക് എന്താ ഇത്ര ഇത് കാണാവോ? പെട്ടെന്ന് ഹെൽത്ത് കഴിയുന്നുണ്ട്. എവിടെ ഞാൻ കുറച്ചായം കാണുന്നു, വല്ലവരായം കാണുന്നു. ഐ മീൻ അടുത്ത് എന്തടുത്ത് സോംബികൾ പറയാതെ വര. അല്ലോ, ചത്തിരുന്നപ്പോൾ ഞാൻ ചാവുണ്ട്. അങ്ങനെയാണ്. വേറെ വർത്താനില്ല. ആദ്യത്തെ മരണം ഇപ്പം തന്നെ ഉണ്ടാവും തോന്നുന്നുണ്ട്. നമുക്കൊരു ആർമറിനുള്ള ഇപ്പം തന്നെ അയക്കണം സത്യം പറഞ്ഞാൽ. വേറെ ഇനി ഇതൊന്നും ഇല്ലേ, പക്ഷെ നമുക്ക് കുറച്ചുകൂടി അയൺ കിട്ടുമോ നോക്കാം. ഞാൻ ഒരു വട്ടം ചാവുകയാണെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. എങ്ങനെയുണ്ട്? അത് അടിപൊളിയല്ലേ? ഇപ്പം തന്നെ വീഡിയോ എൻ്റെ ഉണ്ടാ. ഇപ്പം തന്നെ വീഡിയോ എൻ്റെ വരെ ഉണ്ടാവും. അവിടെ ടോർച്ച്. അതോ കുറച്ച് ഇവിടെ ഒരു ബ്ലോക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ എന്താണ് സ്കെൽറ്റൻ കാലുമൊക്കെ അടിക്കുള്ളൂ. എന്ത് 100 ഐസോ സ്കെൽറ്റന്? ഞാൻ പറയണത് സ്കെൽറ്റൻ കാലുമൊക്കെ അടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് അടിക്കുന്നു, ഇങ്ങോട്ട് വന്നിട്ട് അടിക്കുന്നു. എന്ത് സ്കെൽറ്റൻ ഞാൻ പറയണൊക്കെ കേൾക്കുന്നുണ്ടാണാവോ? ഇവിടെ ഇനി ഒന്നുമില്ല. ഇങ്ങോട്ട് പോവാം. ഓതയ കുറേ കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലേ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു വട്ടം ചാവൂല കേട്ടോ. ഒരു വട്ടം ചാവാതെ അയ്യോ. അല്ലെങ്കിൽ ഉണ്ട് ഗൈസ്, ഒരു വട്ടം ചാവണ്ട. നമുക്ക് ഇപ്പം എത്രയായി? 50. ഒരു ശക്കായിട്ട് നമുക്ക് പോവാം. നമുക്ക് അയൺ ആർമർ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഫുള്ള് ഗോള് എന്ന് പറയുന്ന അയൺ ആർമർ ആയിരുന്നു. പക്ഷെ എന്താണ് ഇവിടെ ഇത് അയൺ ആർമർ ആയിരുന്നു. പക്ഷെ നമുക്ക് അയൺ ആർമറും പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ചെറിയ തട്ടിക്കൂട്ട് പരിപാടി ചെയ്യാം. അല്ല ചാവുണ്ടാ? ഇപ്പം ചാവും. ബാക്കിൽ നിന്ന് ആരും അടിക്കല്ലേ. ഭാഗ്യം. ഫുഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ തീരും. ദൂരത്തുനിന്ന് ഒരു സ്കെൽറ്റ് അമ്പിട്ടാൽ മതി, കാര്യം തീരാവുന്ന പ്രശ്നമുള്ളൂ. അവിടെ ഞങ്ങൾക്ക് ഇവിടെ എന്ത് വാങ്ങിയത്? ഫസ്റ്റേക്കൊന്ന് പെട്ടെന്ന് അത് കഴിഞ്ഞാണ്ട് ആഗ്രഹിക്കണത് നീ ഇതിന്നുകൊണ്ട് പോവാലോ. പക്ഷെ കേവിൻ്റെ വലുതായിട്ട് അടിക്കൊന്നും പോകാൻ ചെയ്തില്ല. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോവാം. ഇങ്ങനെ പേടിക്കില്ല നമ്മൾ. ഒരു സ്റ്റാക്കായി, പക്ഷെ നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. അതാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ കുറേ മാറ്റി പറയലുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട്, പക്ഷെ അവിടെ ഇറങ്ങാനുള്ള ഇതില്ല, കപ്പാസിറ്റി നെഹിഹേ. ഇവിടെ കോള് സെറ്റ് കോൾ നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ കോളിൽ വെച്ചാൽ മതി. നമ്മൾ കോൾ ഭയങ്കര വെച്ചാൽ മതി. ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ല. ഞാൻ ബാക്കിൽ തോട്ടെ നിൽക്കുകയാണെങ്കിൽ ശരിയാവില്ല. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് വല്ലതും പോവാം. ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മളിത് ഒരു വഴി മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനിയും അടിക്ക് പോവാണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. നമുക്ക് ആ വഴി വെറുതെ ഒന്ന് പോയി നോക്കിയാലോ? വെറുതെ രസമല്ലേ? ഇടക്കിടക്ക് സാധനങ്ങൾ കാണിക്കണേ, എന്നാലല്ലേ ഒരു ഫണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു സോംബി സ്കെൽറ്റനൊന്നും ഉണ്ടാവില്ലേ? ഇവിടെ എന്തത് മേലക്ക് കുറേ സീലിംഗ് ഹെഡ് സ്പേസ് ഉണ്ടല്ലോ.
ഇവിടെ ഒന്നുമില്ല. കുറച്ച് കോഴി കിട്ടിയാൽ എടുക്കാം. നമ്മൾ ഈ കോൾ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് കയറാണ്ട് നോക്കിയിട്ട് അങ്ങോട്ട് കയറാനില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് വന്നിട്ട് മതി. ഓക്കെ, നമ്മളിനി ഈ വഴി അങ്ങോട്ട് പോവാം. എൻ്റെ ഇക്ക് പോയി കൊല്ലാൻ, ഇക്കിപ്പോൾ ഒരു മൂടില്ല കൊല്ലാൻ. ഇവിടെയൊക്കെ ലൈറ്റ് ചെയ്തൊക്കെ പറയാൻ പറ്റില്ല. ഇനി അടുത്തോട്ടം മഞ്ഞിൽ വരുമ്പോൾ ഉണ്ടാവും അവിടെ നിന്നൊരു ക്രീപ്പർ ഇങ്ങോട്ട് ഓടി വരുന്നത്. ഇതെന്താ ലാവ? നേരത്തെ ഉണ്ടോ ലാവ? നമ്മളിനി ഇങ്ങോട്ട് വന്നിട്ട് ഇതാ നമ്മളിങ്ങനെ കയറുന്നു. ഞങ്ങൾക്ക് തന്നു. പക്ഷേ ഒരു സ്റ്റാക്ക് കിട്ടിയല്ലേ. ആർമറിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ തീരാറിയിക്കണം. ഡ്യൂറബിലിറ്റി എന്നാലും ഈ ലാപ്പീസും കൂടി എടുത്തേക്കാം ഇനി ആവശ്യം വന്നാലോ. പിക്കാസ് ഇത്ര പെട്ടെന്ന് പൊട്ടാറായി, അതാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കണത്. അയൺ പിക്കാസ് ഇത്ര പെട്ടെന്ന് പൊട്ടാറില്ല സാധാരണ, പക്ഷെ ഇത് എന്താണാവോ ഇത്ര പെട്ടെന്ന് പൊട്ടി. എന്തൊരിതാണിത്, ഇങ്ങനെ ഉണ്ടൊരിത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ മേലേക്ക് ഇങ്ങനെ വന്നിരുന്നു. ഷുഗർ അവിടെ നിന്നോട്ടെ, ഇവിടെ നിന്ന് സെറ്റ് ആയിക്കോട്ടെ. രണ്ട് വില്ലേജർ ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടത് എന്താണാവോ. ഓക്കെ, നമ്മളപ്പോൾ ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് വരുന്നു. ഇതെന്താ പുതിയ ആൾ വന്ന? ഓ, കോൾഡ് ഡ്രിങ്ക് വെച്ചോണ്ട ആവട്ടെ കറി. ഓക്കെ, നമ്മൾ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് സോഡ ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഈ പിക്കാസ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കളയുക, പിന്നെ നമുക്ക് ഒരുപാട് ചവറെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കളയുക, പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബാക്കിയുള്ള സ്റ്റൊക്കെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. ഓക്കെ, നമുക്ക് ഇതെടുത്തിട്ട് അയിൻ്റെ ചെസ്റ്റ് കൊണ്ടേക്കാം. സോർട്ട് ചെയ്യപ്പോൾ അതാണ് മെയിൻ പ്രശ്നം. നമുക്ക് തടിക്ക് പോവാം. രാത്രിയായോ എന്നൊരു ഡൗട്ട്. രാത്രിയായി. നമുക്കിതാ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഇനി കുറച്ചുകൂടി ലീഫ് ലെറ്റർ എടുക്കാം. അതിന് എന്തായാലും അതുകൊണ്ട് എന്തായാലും കത്തി തീരൂല. അതെ, ബാക്കിയത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം. കോള് നമുക്ക് കുറേ കിട്ടിയിട്ട് അതാണ് ഇതിൻ്റെതായ ഉപകാരം. നമുക്കെന്ത് എന്ത് കഷ്ടമാണിത്, എന്തൊരിതാണിത്. അതിപ്പോൾ വായിന്ന് പോണില്ല, അതാണ്. ഓക്കെ, അത് കോളം സ്മെൽറ്റ് ആയിക്കോട്ടെ. നമുക്കപ്പോൾ ഒന്ന് കേടുന്നിറങ്ങാം. രാത്രി ആയില്ലേ. നമ്മളിങ്ങനെ വീഡിയോയിൽ ആദ്യമായിട്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് കിടന്നുറങ്ങാൻ പോണേ. ഞാൻ അതിന് മുമ്പ് കിടന്നുറങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അയ്യോ നമ്മൾ ആർമർ അയക്കാൻ മറന്നുപോയി. നമ്മൾ എന്താണ് ആർമർ അയക്കാൻ മറന്നുപോയി. ഇതാ നമ്മൾ അയൺ ആർമർ ആകുമ്പോൾ നമ്മൾ അയൺ ആർമർ ആകുമ്പോഴാണ് അതിൻ്റെ കാര്യം മറന്നുപോയി. എന്നാ നമുക്ക് ഇത് ജസ്റ്റ് സോർട്ട് ചെയ്യുന്ന പരിപാടിക്ക് പോവാം. കോബിൾ സ്റ്റോണൊക്കെ ഇതിലായിരുന്നു. അയ്യോ, ഇതിലല്ല. മതി, നമുക്ക് നമുക്ക് ആവശ്യമുള്ളതാണ്. ആവശ്യമില്ലാത്തല്ല, പക്ഷേ ഈ ഇങ്ങനത്തെ ഫ്ലിൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല. ആ സാധനം അത്ര തന്നെ നമുക്ക് ഉള്ളൂ. അയൺ സ്മെൽറ്റായി കുറച്ച് സ്മെൽറ്റായില്ലേ. 9 18 സ്റ്റിക്ക് വേണം അതല്ലേ പറഞ്ഞാൽ. നമുക്ക് ടൂൾസ് ഉണ്ടാക്കണേ. അയ്യോ ഇതെല്ലാം മാറിപ്പോയി. ടൂൾസ് ഉണ്ടാക്കണേ. നമ്മളിതാ വരുന്നു ഗൈസ്. നമുക്ക് ആദ്യം തന്നെ ടൂൾസ് ഉണ്ടാക്കാം. ഇനി അതുകൊണ്ട് വലിയ ക്ഷാമൊന്നും വേണ്ട. നമുക്ക് ഫ്ലക്സിന് വേണമെങ്കിൽ നമുക്കൊരു ഹോയും കൂടി ഉണ്ടാക്കി തരാം. ഒരു രസമല്ലേ ഫ്ലക്സ് ചെയ്യാൻ മാത്രം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി ഇവിടെ നമ്മൾ
അയാൾ ഇനിയും ചാമണം, ഇനിയും മഞ്ഞിന് പോകണം പറഞ്ഞാലേ. ഹെൽമെറ്റ് അയ്യോ അത്ര ആയിട്ടുള്ളൂ. നമ്മളിത് ഫുൾ ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. നമ്മളങ്ങനെ അയൺ ആർമറാകുമ്പോൾ കൊണ്ട് സന്തോഷിക്കും. ആഹ്ലാദിപ്പിൻ. ബൂട്ട് റെഡി. കുറച്ചുകൂടെ ഈ ഹോ എടുത്തിട്ട് മേലെ കൊണ്ട് വെച്ചു. ഹോ വലിയ ആവശ്യമൊന്നുമില്ല നമുക്ക്. ഹോ എവിടെ? അല്ല ഹോ ഇപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ല, നമുക്ക് പിന്നെ ഉപയോഗിക്കാം. അയ്യോ ഫുഡ് തീർന്നാ? ഞാൻ എപ്പോഴാണ് അറിയണത്. കഴിക്കൂ. നമ്മൾ ടേബിളിൽ ഇരുന്ന് കഴിക്കണം എന്നാണ്. പിന്നെ എന്താ നമ്മൾ ടേബിളൊക്കെ ഉണ്ടാക്കിയാണ് അങ്ങനെ കാണാല്ലേ. പക്ഷേ അതന്നെ കഴിക്കൂ. ലാസ്റ്റ് ആയിട്ടുള്ള സാധനം കൂടി ഉണ്ടാക്കാൻ പോകുന്നു ഗായ്സ്. നമ്മളങ്ങനെ ഫുൾ അയൺ ആർമറായിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഗോൾ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഫുൾ അയൺ ആർമർ. ഞാൻ ചിലപ്പോൾ ഈ ഓഫ് ക്യാമറ ഇച്ചിയും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണ്ടാവും, കുറച്ചുകൂടി അയൺ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ വലുതായിട്ടൊന്നും ചെയ്തതാണെന്ന് അറിയാം. ഈ ചെറിയ അതായത് കുറച്ചൊരു കേവിക്ക് ഇറങ്ങിയിട്ടുള്ളൂ, അതാണ്. പക്ഷെ നമ്മൾ പിന്നെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി നോക്കാം. ഇനി ആ കേവിന് താഴെ ഉണ്ടെങ്കിൽ ഓക്കെ ഡീപ്പ് സ്ട്രേറ്റ് എത്തുന്നുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെയും ഞാൻ പറയണേ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയുള്ള വീഡിയോസിൻ്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ഈ സീരീസിൻ്റെ കണ്ടിന്യൂഷൻ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വില്ലേജർ മാടാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.